ദിവസം നമ്മുടെ രാജാവും മന്ത്രിയും നായാട്ടിന് പോയി മടങ്ങി വരുന്ന സമയം ഒരു മനോഹര നദിയുടെ അടുത്തെത്തി. നദിക്ക് താഴെയായി രാജാവിന്റെ ബന്ധുവും എതിരാളിയുമായ ഛോട്ടാ രാജയുടെ അയൽരാജ്യമായിരുന്നു. അയൽരാജ്യത്തേക്കുള്ള നദിയുടെ ഒഴുക്ക് രാജാവിനെ വല്ലാതെ രോക്ഷാകുലനാക്കി. രാജാവ് തന്റെ മന്ത്രിയോട് ചോദിച്ചു, ഈ നദി ഒഴുകുന്നത് ഛോട്ടാ രാജയുടെ രാജ്യത്തിലേക്കാണോ? രാജാവിൽ നിന്നും വിചിത്രമായ ചോദ്യങ്ങൾ കേട്ട മന്ത്രി നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, അതെ. എന്നാൽ ഈ നദി താഴേക്ക് ഒഴുകുന്നത് നിർത്തുക. എന്റെ ബന്ധശത്രു നദിയുടെ നേട്ടങ്ങൾ കൊയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജാവിന്റെ കോപം അറിയാവുന്ന മന്ത്രി തർക്കിക്കാൻ നിന്നില്ല. നദി നിർത്താൻ 24 മണിക്കൂർ സമയം തരാം. മന്ത്രി ജാഗരൂകനായിരുന്നു. നദി തടഞ്ഞാൽ ഛോട്ടാ രാജ തിരിച്ചടിക്കും. അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു. അയൽവാസികൾ തമ്മിലുള്ള യുദ്ധം തടയാൻ മന്ത്രി തീരുമാനിച്ചു. മന്ത്രി അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ കാര്യസ്ഥനെ വിളിച്ചു വരുത്തി. ഓരോ മണിക്കൂറിലും ഒരു മണി വീതം അടിക്കുക എന്നത് അവന്റെ ജോലിയായിരുന്നു. പകരം ഓരോ അരമണിക്കൂറിലും മണി അടിക്കാൻ വേണ്ടി കാര്യസ്ഥന് മന്ത്രി നിർദ്ദേശം നൽകി. അത് നീ സ്വയം ചെയ്യുക. ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. അന്ന് രാത്രി 9:30 മണിയായപ്പോൾ രാജാവ് ഉറങ്ങാൻ കിടന്നു. രാജാവ് നായാട്ടിന് പോയ ക്ഷീണം കാരണം വേഗം തന്നെ ഉറങ്ങിപ്പോയി. തൊട്ടു പിന്നാലെ രാജാവ് മണിശബ്ദം ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കേട്ടു. രാജാവ് ഓരോ മണിക്കൂർ കഴിഞ്ഞു എന്നതായിരുന്നു കരുതിയിരുന്നത്. 6 തവണ അങ്ങനെ കേട്ടപ്പോൾ രാജാവ് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഓഹ്, ഇത്ര പെട്ടെന്ന് 6 മണിയായോ? ഒന്ന് മര്യാദക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. രാജാവ് എന്നും രാവിലെ എഴുന്നേറ്റാൽ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് പതിവായിരുന്നു. എന്നാൽ അന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തിരുന്നില്ല. ഇത് കണ്ട രാജാവിന് കോപം വന്നു. ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. എന്തുകൊണ്ടാണ് ഈ നാഴികയിൽ ഇപ്പോഴും ഇരുട്ട്? എന്തുകൊണ്ടെന്നാൽ സൂര്യൻ നമ്മുടെ രാജ്യത്ത് ഇത്ര സമയമായിട്ടും പ്രവേശിച്ചിട്ടില്ല മഹാരാജൻ. പക്ഷേ എന്തുകൊണ്ട് എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ സൂര്യൻ നമ്മുടെ ആകാശത്ത് ഉദിക്കുന്നതല്ലേ? എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത്? ശരിയാണ് മഹാരാജൻ. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഛോട്ടാ രാജയുടെ രാജ്യം. സൂര്യൻ ആദ്യം അവന്റെ രാജ്യത്തിലേക്ക് വരുന്നു, തുടർന്ന് നമ്മുടെ രാജ്യത്തിലേക്കും വരുന്നു. എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത്? മഹാരാജൻ, ഛോട്ടാ രാജാവ് സൂര്യനെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നത് തടഞ്ഞിരിക്കണം. അസാധ്യം. മഹാരാജൻ, നമുക്ക് നദി തന്റെ രാജ്യത്തേക്ക് ഒഴുകുന്നത് തടയാൻ കഴിയുമെങ്കിൽ ഛോട്ടാ രാജയ്ക്ക് നമ്മുടെ രാജ്യത്തേക്ക് സൂര്യനെ തടയാൻ കഴിയും. നദി വിടൂ ഉടനെ. മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹമാണ് എന്റെ കൽപ്പന. 2 മണിക്കൂറിനുള്ളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാജാവിന് ആശ്വാസമായി. സത്യത്തിൽ സൂര്യൻ സാധാരണ സമയത്ത് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കാര്യസ്ഥന്റെ സഹായത്തോടെ മന്ത്രി നടത്തിയ തന്ത്രം രാജാവ് അറിഞ്ഞില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതിൽ മന്ത്രി സന്തോഷിച്ചു. നദി കിഴക്കോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. കുട്ടികളെ, നാളെയാണ് നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു. സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ,
ഷേപ്പ് വെച്ചിട്ടാ ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കൾ ഉണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും. കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ. കൃഷ്ണപുരം രാജ്യത്തെ രാജാവിന്റെ മകനായ രാജകുമാരനും മന്ത്രിയുടെ മകനായ മന്ത്രികുമാരനും കൂടി പൂന്തോട്ടത്തിൽ കളിച്ചു രസിച്ചും പല കഥകൾ പറഞ്ഞും കുതിരസവാരി നടത്തിയും അമ്പും വില്ലും തൊടുത്തു വിട്ടു കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് രാജകുമാരന് ഒരാശ തോന്നിയത്. മന്ത്രികുമാര, നമുക്കിവിടം കളിച്ചു മടുത്തു. നമുക്കൊന്ന് കാട് ചുറ്റാൻ പോയാലോ? കാട് ചുറ്റാനോ? അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ കുതിരകളുമായല്ലേ പോകുന്നത്. കൊട്ടാരത്തിലെ കുതിരകൾ നമ്മളെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. നമുക്ക് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട് മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്യാം. എന്നാലും ഒരെന്നാലുമില്ല. വാ, നമുക്ക് നമ്മുടെ അച്ഛന്മാരോട് സമ്മതം ചോദിക്കാം. അവർ രണ്ടുപേരും രാജസന്നിധിയിലെത്തി. രാജകുമാരൻ രാജാവിനെ വണങ്ങി. എന്താ മകനെ? പിതാവേ, എനിക്കും മന്ത്രികുമാരനും ഒരു ആശ. ആഹാ, ആശയോ? എന്താണ് ആ ആശ? പറയൂ, നാം കേൾക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വനത്തിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ട് പ്രഭു. അങ്ങ് സമ്മതിച്ചാലും. ആരെവിടെ? പറഞ്ഞാലും പ്രഭു. നമ്മുടെ മന്ത്രിയെ നാം കാണാൻ ആഗ്രഹിക്കുന്നു. അറിയിച്ചാലും. ഉത്തരവ്. ഭടന്മാർ അറിയിച്ചത് പ്രകാരം മന്ത്രി വന്നു. മന്ത്രി രാജാവിനെ വണങ്ങി. എന്താണാവോ അങ്ങൊന്ന് എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, നമ്മുടെ കുമാരന്മാർക്ക് കാട്ടിൽ പോകാൻ ആഗ്രഹം. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? പ്രഭു, കഴിഞ്ഞ തവണ തന്നെ അങ്ങ് കാട്ടുവാസികളുടെ കയ്യിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പോരാത്തതിന് വലിയ ജന്തുക്കളും വൻ നദികളും വിഷപ്പാമ്പുകളും ഉള്ളതല്ലേ. അവ നമ്മുടെ മക്കളെ ആക്രമിക്കില്ലേ പ്രഭു? ഒരു നിമിഷം രാജാവ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് കുമാരന്മാരോടായി പറഞ്ഞു, മന്ത്രി പറഞ്ഞതാണ് ശരി. നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. എന്താ? നിരാശരായി കുമാരന്മാർ രാജസന്നിധിയിൽ നിന്നും പുറത്തു കടന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു ദിവസം 2 പേരും ആരും അറിയാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജസന്നിധിയിൽ ഒരു ഭടൻ ചെന്ന് പറഞ്ഞു, പ്രഭു, കുമാരന്മാരെ കാണുന്നില്ല. എന്ത്? കുമാരന്മാരെ കാണുന്നില്ലെന്നോ? ഉദ്യാനത്തിലും തോട്ടത്തിലും നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെയൊന്നും കുമാരന്മാരെ കാണുന്നില്ല. രാജാവും മന്ത്രിയും മുഖത്തോട് മുഖം നോക്കി. 2 പേരും എന്തോ സംസാരിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ആരെവിടെ? കൽപ്പിച്ചാലും. നമ്മുടെ കുമാരന്മാർ വനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവരെ പിന്തുടരുക. എവിടെ കണ്ടെത്തിയാലും ആ പ്രയാണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. ഉത്തരവ്. ഈ സമയം കുമാരന്മാർ പല ഉല്ലാസ കാഴ്ചകളും കണ്ട് യാത്ര തുടരുകയാണ്. 2 ആളുടെ വശങ്ങളിലും അവരവരുടെ ഭാണ്ഡങ്ങളുണ്ട്. പോകുന്ന വഴിക്ക്
കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പഴങ്ങൾ പറിച്ചു തിന്നും കാഴ്ചകൾ കണ്ടും യാത്ര തുടർന്നു. നമ്മുടെ ഈ യാത്ര നമ്മുടെ പിതാക്കൾ അറിയാതെയാണ് രാജകുമാര. ദൈവകോപം ഉണ്ടാകും. നമുക്ക് ചുറ്റും കാടാണ്. സമയമേറെ ഇരുട്ടി തുടങ്ങി. നമുക്ക് മടങ്ങിയാലോ? അത് കഴിയില്ല. നമുക്ക് മടങ്ങാൻ തീരെ കഴിയാത്തത്ര ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, നാം ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ആ കാണുന്ന അരുവിയിൽ നിന്ന് കയ്യും മുഖവും എല്ലാം കഴുകി വിശ്രമിക്കാം. എന്നിട്ട് വെളുപ്പിന് മടങ്ങാം. അവർ കുതിരകളെ പാറയോടടുത്തുള്ള മരത്തിൽ ബന്ധിച്ചു തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും അംഗശുദ്ധി വരുത്തി. കയ്യിലുള്ള ഭാണ്ഡവുമായി പാറയുടെ മുകളിൽ കയറി ഭാണ്ഡം അഴിച്ച് ഭക്ഷണം കഴിച്ചു. ആകാശത്തേക്ക് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി രാജകുമാരൻ ചോദിച്ചു, ഇപ്പോൾ നേരം എന്തായിട്ടുണ്ടാകും? പാതിരയോടടുത്തായി. പൂർണ്ണചന്ദ്രനെ മേലെ കണ്ടില്ലേ രാജകുമാര? നമുക്ക് കൊട്ടാരം വിട്ട് വരേണ്ടിയിരുന്നില്ല അല്ലേ? അച്ഛനും അമ്മയും നമ്മളെ കാണാഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. മന്ത്രികുമാരൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിക്കിടന്നു. അങ്ങനെ അരുവിയിലെ കളകള ശബ്ദവും ചില ജീവികളുടെ നേരിയ ശബ്ദവും കേട്ട് അവ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നാണ് അരുവിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഇത് കേട്ട മന്ത്രികുമാരൻ ഉണർന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അതാ അവിടെ ഒരു സിംഹം അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇത് കണ്ട മന്ത്രികുമാരൻ രാജകുമാരനെ രക്ഷിക്കണം എന്ന് കരുതി രാജകുമാരനെ ഒച്ചയുണ്ടാക്കാതെ തട്ടി വിളിച്ചു. കുമാരൻ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നമ്മൾ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ആ കാണുന്ന മരത്തിന് മുകളിൽ ശബ്ദമുണ്ടാക്കാതെ കയറിയിരിക്കുക. വേഗം ചെല്ലു. രാജകുമാരന് മന്ത്രികുമാരനെ വിശ്വാസമായിരുന്നു. രാജകുമാരൻ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ ശബ്ദമുണ്ടാക്കാതെ മരത്തിന്റെ മുകളിൽ പോയി കയറിയിരുന്നു. മന്ത്രികുമാരൻ അവിടെ ആ പാറപ്പുറത്ത് ചത്തതുപോലെ മലർന്നു കിടന്നു. അവന്റെ അടുക്കലെത്തിയ സിംഹം അവനെ മണപ്പിച്ചു നോക്കി. ശ്വാസം പോലും ഇടാതെ അനങ്ങാതെ കിടന്ന മന്ത്രികുമാരൻ ചത്തെന്ന് കരുതി സിംഹം മടങ്ങിപ്പോയി. ആ കാട്ടിലെ മൃഗങ്ങൾ ശവം ഭക്ഷിക്കാറില്ലത്രേ. സിംഹം പോയെന്ന് ഉറപ്പായപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങിയ രാജകുമാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, മന്ത്രികുമാര, നിനക്ക് എവിടെ നിന്നും ഇത്രയും ധൈര്യം കിട്ടി? നന്ദിയുണ്ട് കൂട്ടുകാര, നീ എന്റെ ജീവൻ രക്ഷിച്ചു. പെട്ടെന്ന് കുളമ്പടി ശബ്ദം കേട്ടു. കുമാരന്മാരെ കണ്ടതിൽ ഭടന്മാർക്ക് സന്തോഷമായി. അവരെയും കൊണ്ട് കൊട്ടാരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. എല്ലാവരും കൊട്ടാരത്തിലെത്തി. നടന്ന സംഭവങ്ങളെല്ലാം രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും കുമാരന്റെ ധീരതയെ പ്രശംസിക്കുകയും മന്ത്രികുമാരന് വേണ്ട സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ മന്ത്രികുമാരനെ രാജകുമാരന്റെ അംഗരക്ഷകനായി രാജാവ് നിയമിച്ചു. ഇന്നല്ലേ ഡാഡി ഒരു പെറ്റിനെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്? മമ്മി, ഡാഡി എപ്പോഴാ വരിക? അറിയില്ല മോനെ, വിളിച്ചു നോക്ക്. ഓക്കേ. ഡാഡി, ഡാഡി, ഡാഡി എപ്പോഴാ വരിക? ഡാഡി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളു കുട്ടാ. എന്താ കാര്യം? അപ്പൊ ഡാഡി വാക്ക് തന്നതല്ലേ, മറന്നു പോയോ? പെറ്റിന്റെ കാര്യമല്ലേ, ഡാഡി മറന്നിട്ടില്ല. വരുമ്പോൾ കൊണ്ടുവരും. പോരെ? താങ്ക് യു ഡാഡി. ഇനി ഇതിന്റെ ഒരു കുറവും കൂടിയേ ഈ വീട്ടിലുള്ളൂ. ടോമി, ഇത് കാരണം നീ ഇനി പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ ഇതിനെ കൂട്ടിൽ നിന്നും പുറത്തു വിടും. നോക്കിക്കോ. നീ ഇങ്ങനെ വെറുതെ ചൂടാവാതെ, അവൻ പഠിച്ചോളും അല്ലേടാ? അതെ,
എന്നാ അച്ഛനും മോനും എന്താന്ന് വെച്ചാ ആയിക്കോ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ടോമി, ഒരു കാരണവശാലും തത്തയുടെ കൂട് തുറന്നു വിടരുത് കേട്ടോ. അതെന്താ ഡാഡി? പരിചയമില്ലാത്ത സ്ഥലമല്ലേ. വീടിനുള്ളിൽ പറന്നു നടന്നാൽ അവിടെയും ഇവിടെയും തട്ടി ഓരോന്നും പൊട്ടിപ്പോകും. നമുക്ക് മെല്ലെ അതിനെ എല്ലാം പഠിപ്പിക്കാം. എന്താ? Done. ഹായ്, എന്ത് രസമാ നിന്നെ കാണാൻ. വാ, നമുക്ക് എന്റെ റൂമിൽ പോകാം. ഡാഡി പറഞ്ഞത് നിന്നെ തുറന്നു വിടരുതെന്നാ. പക്ഷേ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കും. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ പന്ത് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? വാ, കാണിച്ചു തരാം. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അകത്തു നിന്ന് കളിക്കരുതെന്ന്? അത് ഞാനല്ല, തത്തയാ. തത്തയോ? അത് പറക്കാൻ നോക്കിയപ്പോ ചിറക് തട്ടി വീണ് പൊട്ടിപ്പോയതാ. അത് ശരി, നീ പോരാഞ്ഞിട്ടാണോ ഇനി ഇതുകൂടി? ആരാ അതിനെ തുറന്നു വിട്ടത്? നിന്നോട് ഡാഡി പറഞ്ഞതല്ലേ അതിനെ പുറത്തു വിടരുതെന്ന്. മതി നിന്റെ പെറ്റ് സ്നേഹം. മനുഷ്യൻ ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നുണ്ടാവും. വാങ്ങിച്ചു കൊടുക്കാൻ ഡാഡിയും. ഇനി ഇത് ഇവിടെ നിന്നാൽ ഓരോന്നും പൊട്ടിക്കും. ഇതിനെ നമുക്ക് അലക്സിന്റെ മുത്തശ്ശന് കൊടുക്കാം. അതാ നല്ലത്. അത് ഞാൻ കൊണ്ടു കൊടുക്കാം. നീ ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ഞാനാ ഫ്ലവർ വൈസ് പൊട്ടിച്ചത്. എന്നിട്ട് ഞാൻ ആ തത്തയാണ് പൊട്ടിച്ചതെന്ന് കള്ളം പറഞ്ഞു. ആറ്റുനോട്ട് ഡാഡി വാങ്ങി തന്ന തത്തയായിരുന്നു. അമ്മയ്ക്ക് അറിയില്ലേ മോൻ എത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണെന്ന്. ആ അമ്മ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കോ? ദേ നോക്ക്. സോറി തത്തമ്മ കുട്ടി. ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു. മന്ത്രി, എനിക്കൊരു കാര്യം അങ്ങയോട് സൂചിപ്പിക്കാനുണ്ട്. എന്താണ്? പറയൂ. കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ കൊട്ടാരം കാവൽക്കാരൻ രാജാവിനെ കാണാൻ വരുന്ന പാവം പ്രജകളെ പറ്റിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട് മന്ത്രി. എൻ്റെ അയൽവാസി കൃഷിക്കാരന് ഒരു അനുഭവമുണ്ടായി. രാജാവിന് സമർപ്പിക്കാൻ തൻ്റെ കൃഷിയിൽ നിന്നും 2 വാഴക്കുലകൾ കൊണ്ടുവന്നപ്പോൾ അതിലൊന്ന് കാവൽക്കാരന് കൊടുത്താലേ കൊട്ടാരത്തിലേക്ക് കയറ്റി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. പാവം കർഷകൻ ഒരു വാഴക്കുല കാവൽക്കാരന് സൗജന്യമായി കൊടുക്കേണ്ടി വന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ നോക്കട്ടെ. ആ, പിന്നെ ഒരു കാര്യം, ഇത് നമ്മുടെ രാജാവ് അറിയണ്ട. നമ്മൾ 2 പേര് മാത്രം അറിഞ്ഞാൽ മതി. ഇല്ല മന്ത്രി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതും പറഞ്ഞു ഭടൻ അവിടെ നിന്നും പോയി. മന്ത്രി കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു. പെട്ടെന്നാണ് മന്ത്രിക്ക് ഒരു ഐഡിയ തോന്നിയത്. എങ്ങോട്ടാ? രാജാവിനെ ഒന്ന് കാണണം. എന്താ കാര്യം? ഇവിടുത്തെ മന്ത്രി ഇന്ന് വന്ന് രാജാവിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് കാര്യം? എന്തിനാണ് രാജാവിനെ വന്ന് കാണാൻ പറഞ്ഞത്? ഓ അതോ, 2 ദിവസം മുന്നേ മന്ത്രിക്ക് കാട്ടിൽ വഴി തെറ്റിയിരുന്നു. അന്ന് ഞാനാണ് മന്ത്രിക്ക് വഴി കാണിച്ചു കൊടുത്തത്. അതിന് പ്രതിഫലം വാങ്ങാൻ എന്തായാലും വരണമെന്ന് മന്ത്രി പറഞ്ഞു. ആര് ചോദിച്ചാലും മന്ത്രി വരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇതുപോലെ 100 പേര് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഇവിടെ വരാറുണ്ട്. അങ്ങനെയൊന്നും അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല.
ഇത് കണ്ടോ, ഇത് മന്ത്രി എനിക്ക് അന്ന് സമ്മാനമായി തന്നതാണ്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് തെളിവാണ് അങ്ങേക്ക് നൽകേണ്ടത്? ശരിയാണല്ലോ, ഇത് മന്ത്രിയുടെ മോതിരം തന്നെ. ഇതെങ്ങനെ ഇയാളുടെ കയ്യിൽ വന്നു? ചിലപ്പോ ഇയാള് പറയുന്ന ശരിയായിരിക്കാം. എന്തായാലും ഒരു സൂത്രം ഒപ്പിക്കാം. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളെ അകത്തേക്ക് കയറ്റിവിടാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? രാജാവിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് എന്ത് സമ്മാനം ലഭിച്ചാലും പകുതി എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. വൃദ്ധൻ സമ്മതിച്ചു. കാവൽക്കാരൻ വൃദ്ധനെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടു. ഭടൻ വൃദ്ധൻ രാജാവിനെ കാണാൻ വന്ന കാര്യം അറിയിച്ചു. പ്രഭു, അങ്ങയെ കാണാൻ ഒരു വൃദ്ധൻ വന്നിരിക്കുന്നു. വൃദ്ധനോ? എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചില്ലേ? ഉവ്വ് പ്രഭു, മന്ത്രിയെ 2 ദിവസം മുന്നേ കാട്ടിൽ വഴി തെറ്റിയപ്പോൾ ആ വൃദ്ധനാണ് സഹായിച്ചത്. രാജാവിന്റെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങാൻ നമ്മുടെ മന്ത്രി ഇവിടേക്ക് ഇന്ന് വരാൻ പറഞ്ഞതാണ്. ഓഹോ, എന്നിട്ട് മന്ത്രി എവിടെ? മന്ത്രി നമ്മോടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞതായി ഓർക്കുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തോട് വരാൻ പറയൂ. ഭടൻ ആ വൃദ്ധനെയും കൂട്ടി വന്നു. പറയൂ, നമ്മുടെ മന്ത്രിയെ സഹായിച്ച അങ്ങേക്ക് ഈ കൃഷ്ണപുരം രാജാവിൽ നിന്നും എന്താണ് വേണ്ടത്? പ്രഭു, അത് എന്താണെങ്കിലും പറയൂ. എനിക്ക് 50 ചാട്ടവാടികൾ വേണം. എന്ത്? ഈ വൃദ്ധന് ഭ്രാന്താണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് ഞാൻ പകുതി ചാട്ടവാറിന് ശേഷം പറയാം. ആരവിടെ? രാജാവ് ഭടന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. രാജാവ് പറഞ്ഞ പ്രകാരം ഭടൻ 25 അടികൾ വൃദ്ധന് മെല്ലെ കൊടുത്തു. 25ാമത്തെ അടിക്ക് ശേഷം രാജാവ് ചോദിച്ചു, ഇനിയെങ്കിലും പറയൂ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അങ്ങ് ആ കാവൽക്കാരനെ ഒന്ന് വിളിക്കാമോ? ആരവിടെ? കാവൽക്കാരനോട് ഹാജരാകാൻ പറയൂ. കാവൽക്കാരൻ വന്ന് രാജാവിനെ വണങ്ങി. പ്രഭു, നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ പകുതി ഞാൻ ഇയാൾക്ക് നൽകണമെന്ന് വാഗ്ദാനം നൽകിയാൽ മാത്രമേ ഇയാൾ എന്നെ കൊട്ടാരത്തിനുള്ളിൽ കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വാഗ്ദാനം പാലിക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള 25 ചാട്ടവാറടികൾ അവന് നൽകുക. ഇതും പറഞ്ഞ് വൃദ്ധൻ തന്റെ വേഷവിധാനങ്ങൾ അഴിച്ചപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. വൃദ്ധന്റെ വേഷത്തിൽ വന്നത് നമ്മുടെ സാക്ഷാൽ മന്ത്രിയായിരുന്നു. അങ്ങനെ രാജാവിന് നമ്മുടെ മന്ത്രിയുടെ ബുദ്ധി കാരണം കാവൽക്കാരന്റെ തനി സ്വഭാവം മനസ്സിലായി. കാവൽക്കാരന് 25 ചാട്ടവാറടിയും 5 വർഷത്തെ തടവും നൽകി. അങ്ങനെ പറയല്ല മോനെ, കഴിക്ക്. പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇത് ഞാൻ കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കുട്ടികളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ നെക്സ്റ്റ് വീക്ക് സ്പോർട്സ് വീക്ക് ആണ്. ഒരുപാട് കായിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഫസ്റ്റ് എത്തുന്നവർക്ക് സമ്മാനവുമുണ്ട്. ഇന്ന് മുതൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ആരംഭിക്കാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിക്കും. എല്ലാവരെയും ഞാൻ ഓടി തോൽപ്പിക്കും. എന്നാൽ എല്ലാവരും വരിവരിയായി ഗ്രൗണ്ടിലേക്ക് നടക്കൂ. Ready, set, go! എല്ലാവർക്കും എന്തൊരു സ്പീഡാണ്. ഞാൻ ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. എന്നാലും എന്തുകൊണ്ടാ എനിക്ക് അവരുടെ കൂടെ ഓടിയെത്താൻ പറ്റാത്തത്? എന്തു പറ്റി ടോമി? റേസിൽ തോറ്റതിലുള്ള സങ്കടമാണോ? എന്നാലും എനിക്ക് എന്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ ഓടിയെത്താൻ പറ്റാഞ്ഞത്? ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ല. നിനക്ക് നന്നായി ഓടാൻ കഴിയണമെങ്കിൽ നിന്റെ മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ നിന്റെ ബോഡിയെ
കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതിന് ബോഡി ഹെൽത്തി ആയിരിക്കണം. എപ്പോഴും ബോഡി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ലോണം കഴിക്കണം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? നല്ലാതെ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നീയും കഴിച്ചു നോക്ക്, നിനക്കും അതിന് സാധിക്കും. മമ്മി, എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വേണം. എന്ത്? എന്റെ ടോമി തന്നെയാണോ ഇത് ചോദിക്കുന്നത്? അതെ, അലക്സ് പറഞ്ഞു ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കഴിച്ചാൽ ബോഡി ഹെൽത്ത് ആയിരിക്കാൻ കഴിയുമെന്ന്.